ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ബോക്സിലാണ് നമ്മൾ എടുത്തു വയ്ക്കാൻ പോകുന്ന സാധനങ്ങൾ. ഈ ബോക്സ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാട്ടാം. ഈ സ്റ്റോറേജ് ബോക്സ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. ഇത് 2 ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. ഇതിന് നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. നമ്മൾ ഇതിലേക്കാണ് ഉണ്ണിയുടെ സാധനങ്ങൾ വയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഇതിലേക്ക് ആദ്യം വെക്കുന്നത് ഉണ്ണിയുടെ തുണികളാണ്. മുണ്ട് ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്ത് അരിയൊക്കെ അടിച്ച് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ തന്നെ ഇത്തിരി വലിയ സൈസ് തുണികളും കൂടി വെക്കുന്നുണ്ട് ഞങ്ങൾ, ഉണ്ണിയൊക്കെ എടുത്താനാണെങ്കിലും ഒക്കെ. പിന്നെ വെക്കുന്നത് സ്വാഡിൽ ക്ലോത്താണ്. ബേബിക്ക് 2 സാഡിൽ ക്ലോത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിയത്. ഇത് 2ആണ് വെക്കുന്നത്. പിന്നെ വെക്കുന്നത് ബേബിയുടെ ടവലാണ് കേട്ടോ. കുളിപ്പിക്കില്ല, എന്നാലും നമ്മൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടവല് വെക്കുന്നുണ്ട്. ഇനി വയ്ക്കാൻ പോണത് ഉണ്ണിയുടെ കെട്ടുടുപ്പാണ്, വൈറ്റ്. ഇതൊരു 10 വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെക്കാൻ പോണത് ഡ്രൈ ഷീറ്റാണ്. ഡ്രൈ ഷീറ്റ് 2 ഉണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഒരെണ്ണമാണ് വെക്കണുള്ളൂ ഹോസ്പിറ്റലിലേക്ക്. ഇത് നമ്മൾ വെക്കുന്നത് ഇത് നാപ്പി ക്ലോത്ത്സ് ആണ്. ഒരു 4 ഉണ്ട്. ഇത് ശരിക്കും നമുക്ക് ബർക്ക് ക്ലോത്ത് ആയിട്ടും യൂസ് ചെയ്യാം. നമ്മളിനി അതും കൂടിയാണ് വെക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ വെക്കുന്നത് ഫേസ് ടവലാണ് കേട്ടോ. ബേബിയുടെ ഫേസൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് 2 ഫേസ് ടവൽ വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിനി വെക്കാൻ പോണത് ബേബിക്ക് വേണ്ടിയിട്ടൊരു ക്യാപ് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 മിറ്റണും ബൂട്ടീസൊക്കെ വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് വെക്കാൻ പോണത്. പിന്നെ ഇനി നമ്മൾ വെക്കുന്നത് കൊച്ചിൻ്റെ ഡയപ്പറാണ് കേട്ടോ. നമ്മൾ ഹഗ്ഗീസിൻ്റെയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് ഒരു 15 വെക്കുന്നുണ്ട്. ഇനി വെക്കാൻ പോണത് ഒരു റോംബറാണ്. ഇത് ആവശ്യം വരുമോ എന്ന് എനിക്കറിയില്ല, എന്നാൽ നമ്മൾ ഒരെണ്ണം വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കവറിൽ നിന്ന് എടുത്തിട്ടാണ് വെക്കുന്നത്. പ്ലാസ്റ്റിക് കവറൊന്നും കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട്. നമ്മളിനി അതാണ് വെക്കാൻ പോകുന്നത്. ഇത് നമ്മൾ വെക്കുന്നത് ബേബിക്ക് വേണ്ടിയിട്ട് ഉള്ള വൈപ്സാണ്, വാട്ടർ വൈപ്സാണ് കേട്ടോ. ഇത് നമ്മൾ ബേബി ഹഗ്ഗിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. വേറെ ചിക്കുവിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇതാണ് വെക്കാൻ പോകുന്നത്. ഇത് നമ്മൾ വെക്കുന്നത് ബേബിക്ക് വേണ്ടിയിട്ടൊരു ബോഡി ലോഷനും പിന്നെ ഒരു റാഷ് ക്രീമാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ കുളിപ്പിക്കാത്ത കാരണം കൊണ്ട് തന്നെ ബോഡി വാഷ് നമ്മൾ എടുത്ത് വയ്ക്കണില്ല. നമ്മളിത് 2 മാത്രമാണ് വെക്കുന്നത്. പിന്നെ ഞാൻ വെക്കുന്നത് ഒരു പെസിഫയറാണ്. ഇത് നമ്മുടെ കൊടകര ഒരു ഷോപ്പിൽ നിന്ന് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ബേബി മൂന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെസിഫയറാണ്. അപ്പം ഞാൻ
ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. ഇനി നമ്മളിതിൽ വെക്കാൻ പോകുന്നത് ഒരു ക്ലോത്ത് ഡയപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പാഡ് വരുന്നതാണ്. ഒരെണ്ണാണ് നമ്മൾ വെക്കണുള്ളൂ. നമ്മൾ ഓൾറെഡി നോർമൽ ഡയപ്പറും തുണിയും വെച്ചേക്കണം. അതുകൊണ്ട് നമ്മൾ ക്ലോത്ത് ഡയപ്പർ ഒരെണ്ണാണ് വയ്ക്കുന്നത്, ഒരു പാഡും. പിന്നെ നമ്മൾ വയ്ക്കാൻ പോണത് നാപ്പി ക്ലോത്താണ്, 2 എണ്ണം നാപ്പിയാണ് വരുന്നത്. അത് 2 എണ്ണം വയ്ക്കുന്നുണ്ട്. പിന്നെ വയ്ക്കാനുള്ളത് റിസീവിങ് ടവലാണ്. നമ്മൾ ബേബീനെ ഫസ്റ്റായിട്ട് വാങ്ങിക്കുന്നത് ഈ ഒരു ടവലിലേക്ക്. നമ്മൾ ഇതൊരെണ്ണം വെക്കുന്നുണ്ട്. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണമാണ് വെക്കുന്നത്. ഇനി വെക്കാൻ പോകുന്നത് 2 മുണ്ടാണ്. നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ കുട്ടീനെ തുടയ്ക്കാനായിട്ട് അവരെപ്പോഴും മുണ്ട് ചോദിക്കും. നമ്മൾ 2 ഡബിൾ മുണ്ട് ഫുള്ള് ആയിട്ട് എടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അനിയത്തിനെ വിട്ട് എടുപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ നെയിൽ കട്ടിങ് സെറ്റ്, ട്രിമ്മർ അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇതിൽ വെക്കണില്ല. ഇനി ഇതിനേക്കാളും വിട്ട് എന്തെങ്കിലും നമുക്ക് ബേബിക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ അനിയത്തിനെ വിട്ട് നമ്മൾ എടുപ്പിക്കും. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് ഈ ഒരു ബെഡിങ് സെറ്റാണ്. ഇതിൽ 3 എണ്ണമാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ക്രൈ എന്നാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഒന്ന് ക്യാരി ബാഗ്, പിന്നെ നെറ്റ് ബെഡ്, പിന്നെ ഒരു നോർമൽ ബെഡ് അടക്കമാണ് നമുക്കിതിൽ വരണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരി ബാഗ് കേട്ടോ. ഇതാണ് വരണത്. അപ്പോൾ നമുക്ക് സിബ് ഉണ്ട്. ഇത് സിബ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ബേബീനെ ഹോസ്പിറ്റലിൽ നിന്ന് ലാസ്റ്റ് നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൽ കിടത്തിയിട്ടാണ് കേട്ടോ കൊണ്ടുവരാം. പിന്നെ ആർക്കെങ്കിലും ബേബീസിനെ എടുക്കാൻ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലിട്ട് നമുക്ക് കൊടുക്കാം, കയ്യിലെടുക്കാൻ. പിന്നെ ഇതാണ് ബെഡിങ് സെറ്റിൽ വരുന്ന ആദ്യത്തെ ഐറ്റം. പിന്നെ വരുന്നത് ഒരു നെറ്റ് ബെഡാണ് ബേബിക്ക് വേണ്ടിയിട്ട്. ഇതും സിബ് നമുക്ക് നോർമൽ ബെഡായിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലൊരു പില്ലോ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് പിന്നെ രണ്ടാമത് വരുന്ന ഐറ്റം. ഇനി വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു നോർമൽ ബെഡാണ്. അതിൽ ഒരു പില്ലോ വരുന്നുണ്ട്, പിന്നെ 2 സൈഡ് പില്ലോസ് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റിബണും വെച്ചിട്ടുണ്ട് അവർ. നമുക്കിത് രണ്ടും കെട്ടി കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബേബിക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കിടത്താം. അപ്പോൾ നമ്മൾ ഈ ബെഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണില്ല. നോർമൽ ബെഡ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണില്ല. നമ്മൾ കൊണ്ടുപോകുന്നത് ഈ നെറ്റ് ബെഡാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ നെറ്റ് ബെഡ് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ക്യാരി ബാഗാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്.